ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അയില വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അയില ഞങ്ങൾ അത്ര അങ്ങോട്ട് വാങ്ങാറില്ലാത്തൊരു മീനാണ്. പക്ഷെ അയില ഞാൻ വിചാരിച്ചു ഇന്ന് വാങ്ങിയിട്ട് ഒന്ന് പൊള്ളിച്ച് നോക്കിയാലോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കിയിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ കേട്ടോ. കാരണം വെച്ചാൽ പൊള്ളിക്കുന്നതിന് നമുക്ക് എപ്പോഴും എല്ലാം പേസ്റ്റ് ആക്കി എടുക്കുന്നതാണ് നല്ലത്. പിന്നെ രണ്ടാമത് ചേർക്കുന്ന കുറച്ച് ഉള്ളി, ഒരു പകുതി കഷ്ണം തക്കാളി. ഇതും നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. നമുക്ക് പേസ്റ്റ് ആക്കിയാലാണ് നമുക്ക് ഈ പൊള്ളിക്കുന്നതിലേക്ക് ഇതിന്റെ ഗ്രേവി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇതിങ്ങനെ രണ്ടും പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ടുള്ളത്. സാധാരണ പൊള്ളിക്കുന്നതിന് എല്ലാവരും പേസ്റ്റ് രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം പേസ്റ്റ് ആയാലാണ് നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് ആ മീനിലേക്ക് ഇത് നന്നായി പിടിക്കുള്ളൂ. രണ്ടാമതായിട്ട് ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എപ്പോഴും എനിക്ക് ഇതിൽ കൂടുതൽ വേണം കേട്ടോ. എല്ലാ കറികൾക്കും ഞാൻ മഞ്ഞൾപ്പൊടി കൂടുതൽ. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി. എല്ലാവർക്കും എരിവിന് ആവശ്യമുള്ളതാണ് ചേർക്കേണ്ടത്. പിന്നെ പിന്നെ ഞാൻ ചേർക്കുന്നത് മുളക് പൊടി, കുറച്ച് ഉപ്പ്. അപ്പൊ എരിവ് നിങ്ങൾക്ക് എങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതെല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട്. ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർക്ക് എരിവ് കുറച്ച് മതി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നോക്കി വേണം നിങ്ങൾ എരിവ് നോക്കി വേണം എപ്പോഴും പൊടികൾ നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാന് കഴുകി വെച്ചിട്ടുള്ള അയിലയിലേക്ക് നല്ല ക്ലീൻ ചെയ്ത് വെച്ചേക്കാട്ടോ, നന്നായിട്ട് മുറിച്ച് വരഞ്ഞ് നമ്മൾ ഇനി അതിനകത്തേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രേവി ഗ്രേവി നമ്മൾ അതിനകത്തേക്ക് തേച്ച് പിടിപ്പിക്കാനാണ്. നമുക്ക് ഇനി ഗ്രേവി ആയിട്ട് കിട്ടാനുള്ള സാധനമാണത്. അപ്പം നമ്മളുടെ ഫിഷിലേക്ക് എല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്രേവി തേച്ച് വെച്ചിട്ടുള്ള ഫിഷ് നമ്മൾ ഇനി നമുക്ക് കുറച്ച് നേരം നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നുവെച്ചാൽ ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പൊ അതിൻ്റെ എല്ലാം നന്നായിട്ട് അതിനകത്തേക്ക് മീനിലേക്ക് ഇറങ്ങി വരും. പിന്നെ അതിപ്പോ അവിടെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച മീൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മീന് ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാനാണ് പോണത് കേട്ടോ. വെളിച്ചെണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഈ മീൻ അങ്ങനെ തന്നെ ഈ പാനിലേക്ക് വെച്ച് ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ ഈ ഗ്രേവി ഞാൻ കുറച്ചതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഈ ഗ്രേവി അങ്ങനെ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വറുത്ത് എടുക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഗ്രേവി പെട്ടെന്ന് കരിയാനും മീൻ വേവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഗ്രേവി കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ആട്ടോ ഇപ്പൊ ഇത് ഞാൻ വറുത്തെടുക്കണത്. അപ്പൊ ഞാനിത് വറുത്ത് രണ്ട് സൈഡ് ഒന്ന് വലിയ ഫ്രൈ അല്ല, ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് വാഴയിലയിൽ വെച്ച് പൊള്ളിക്കാൻ പോണ പരിപാടിയാട്ടാ. അപ്പൊ ഞാന് പാനില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന്റെ മേലില് ഒരു ഇല വെച്ചു കൊടുത്തു, വാഴയില വെച്ചു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വെളിച്ചെണ്ണയാണ്. ഞാൻ സാധാരണ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ തന്നെ യൂസ് ചെയ്യും. പിന്നെ ഒരു ദിവസം വെച്ചതിന് ശേഷം ഒന്നും യൂസ് ചെയ്യില്ല. അപ്പൊ തന്നെയാണെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ആ വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ വാഴയിലയിൽ വെച്ചിട്ട് നമ്മുടെ ഗ്രേവി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. വെച്ച് കഴിഞ്ഞാല് ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വെന്ത് കിട്ടിയതിന് ശേഷം ഞാനിതൊന്ന് മറിച്ചിടുകയാണ്. മറിച്ചിട്ടിട്ട് വേണം നമുക്ക് ആ ഗ്രേവി ഇപ്പുറത്തെ സൈഡിലും കൂടി ആവണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് മറിച്ചിടുക കേട്ടോ. പിന്നെ കറിവേപ്പില ഞാൻ നന്നായിട്ട് ഇടും. അതിപ്പോ ഞാൻ മീൻ വറുക്കുമ്പോഴാണെങ്കിലും കറിവേപ്പില മസ്റ്റാണ് ഞങ്ങൾക്ക്. ഒരുപാട് ടേസ്റ്റ് കിട്ടുന്ന പോലെ തോന്നുന്നല്ല, നല്ല ടേസ്റ്റ് ആണ്. കറിവേപ്പില നമ്മൾ ചേർക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ആണ്. സാധാരണ ഞാനിത് അരച്ചിട്ടൊക്കെയാണ് ഇടാറ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോ അത് വാഴയിലയിൽ വെച്ച് പൊതിഞ്ഞിട്ടൊന്നുമില്ല, നോർമൽ നമ്മൾ തുറന്നു വെച്ചേക്കാണ്. അപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിത് കഴിച്ചിട്ടുണ്ട്, ഇതിനു മുന്നും ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാനിത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടില് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്കിപ്പോ ഈ മീൻ മാത്രമല്ല, നമുക്ക് എല്ലാ മീനും പൊള്ളിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.